നീറ്റ് പരീക്ഷ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണല്ലോ സർ. ഈ നീറ്റിനോട് ഇത്രയ്ക്ക് പ്രശ്നം എന്താണ്? ഈ ഇടതു പാർട്ടികൾക്കും ഈ തമിഴ്നാടിനൊക്കെ, തമിഴ്നാട് ബഹിഷ്കരിക്കുകയൊക്കെ പലതവണ ആഹ്വാനമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എന്താണ് ശരിക്കും നീറ്റിനോട് ഇവർക്ക് ഇത്ര വൈരാഗ്യം വരാൻ കാരണം? പ്രിയൻ, അതിൻ്റെ പശ്ചാത്തലം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് പ്രധാന വരുമാന മാർഗമായിരുന്നു MBBS അഥവാ അല്ലെങ്കിൽ BDS അഡ്മിഷൻ വഴി കിട്ടുന്ന കാപ്പിറ്റേഷൻ ഫീ. അപ്പോൾ ഒരു MBBS സീറ്റിന് 1 കോടി മുതൽ 1.5 കോടി രൂപ വരെ ചാർജ് ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു മെഡിക്കൽ കോളേജുകൾ, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ. അവിടെ ഈ പരീക്ഷയ്ക്ക് ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ +2 കിട്ടുന്ന മാർക്കൊന്നും അല്ല, ഒരു ബെഞ്ച് മാർക്കായിരുന്നില്ല. ഇപ്പോൾ 50% മാർക്കോടുകൂടി പ്രിയൻ പരീക്ഷ പാസ്സായെന്ന് വെച്ചോളൂ. അവിടെ അഡ്മിഷന് ചെല്ലുമ്പോൾ അവർ ആദ്യം ചോദിക്കാതെ കടലാസ് തന്നിട്ട് എത്ര രൂപ തരാം ക്യാപിറ്റേഷൻ ഫീസ് തരാനായിട്ട് പറ്റും എന്ന് എഴുതി കൊടുക്കണം നമ്മൾ. അപ്പോൾ 1 കോടിയോ അവരുടെ മിനിമം ക്വാളിഫയിങ് ലെവൽ 1 കോടിയോ അല്ലെങ്കിൽ 1.5 കോടിയൊക്കെ ആയിരിക്കും. അത് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവർക്കൊക്കെ അവർ MBBS അഡ്മിഷൻ കൊടുക്കും. അപ്പോൾ ഈ MBBS ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ, BDS ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ സാമാന്യ ബുദ്ധി വേണം, വളരെയധികം ഡെഡിക്കേഷനും ഡിവോഷനൊക്കെ വേണം അത് പഠിച്ച് പാസ്സാവാനായിട്ട്. ആ ജോലിയോട് പ്രത്യേകിച്ച് താല്പര്യം വേണം. ഒരു സ്റ്റേറ്റസ് സിമ്പലിന് വേണ്ടിയിട്ട് MBBS BDS പഠിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ്. കാരണം രോഗികളുടെ ജീവനുമായിട്ടുള്ള കളിയാണിത്. അപ്പോൾ അങ്ങനെ പലരും ക്വാളിഫിക്കേഷൻ ഒന്നും, ഇപ്പോൾ ഒരു ഡോക്ടറാവാനോ MBBS പഠിക്കാനോ യോഗ്യതയില്ലാത്ത പലരും അങ്ങനെ ഈ പൈസയുടെ ബലത്തിൽ കയറിപ്പറ്റി. അപ്പോൾ അതിന് അറുതി വരുത്താൻ വേണ്ടി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, അത് ഇപ്പോഴത്തെ നാഷണൽ മെഡിക്കൽ മിഷൻ എന്നിട്ട് അതിൻ്റെ പേര് ഇപ്പോൾ പുതിയത്, അവർ ശുപാർശ ചെയ്തതാണ് ഈ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് എക്സാമിനേഷൻ. മെഡിക്കൽ കോളേജുകളിലെയും ഡെൻ്റൽ കോളേജുകളിലെയും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസിന് ഈ നീറ്റ് പരീക്ഷ ഓൾ ഇന്ത്യ ലെവൽ, അഖിലേന്ത്യാ തലത്തിൽ ഒരു പരീക്ഷ നടത്തി അതിനകത്ത് മിനിമം ക്വാളിഫയിങ് മാർക്സ് മേടിക്കുന്നവരെയാണ് അഡ്മിഷൻ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അതായിരുന്നു നോട്ടിഫിക്കേഷൻ വരാനുള്ള കാരണം. അങ്ങനെ 2012 മറ്റേ ആ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തപ്പോൾ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഒരു പെറ്റീഷൻ കൊടുത്തു. സുപ്രീം കോടതിയിലാണ് ആ പെറ്റീഷൻ കൊടുത്തത്. ഈ നീറ്റിൻ്റെ സാധുതയെ, നിയമസാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു ഭരണഘടനയുടെ 19-30 വകുപ്പുകളുടെ മേലുള്ള കടന്നുകയറ്റമാണിത്. സംസ്ഥാനങ്ങൾക്കോ അതല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കോ കോളേജ് നടത്തുമ്പോൾ അഡ്മിഷൻ പ്രക്രിയയിൽ യാതൊരു റോളും ഉണ്ടാവില്ല. അത് ആ റോള് കട്ട് ചെയ്യും നീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അത് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേസ് കേട്ടത് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അൽത്തമാസ് കബീർ, അതുപോലെ അനിൽ ദവേ എന്ന് പറഞ്ഞൊരു ജഡ്ജ്, പിന്നെ വിക്രംജിത്ത് സെൻ എന്ന് പറഞ്ഞ വേറൊരു ജഡ്ജ്, ഇവർ 3 പേര് ഉൾക്കൊള്ളുന്ന ഒരു ബെഞ്ചാണ് ഇത് കേട്ടത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അൽത്തമാസ് കബീർ ആരായിരുന്നു എന്നറിയുമോ? നമ്മുടെ ഹുമായൂൺ കബീർ എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ മരുമകനാണ്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കണം ആളെ പറ്റിയിട്ട്. അപ്പോൾ ഈ കേസിൻ്റെ വിചാരണ കഴിഞ്ഞിട്ട്, ഹിയറിങ് കഴിഞ്ഞിട്ട് അത് വിധി പറയാനായിട്ട് മാറ്റിവെച്ചു. ഓക്കെ, വിധി പറയാൻ മാറ്റിവെച്ചിട്ട് വിധി എപ്പോഴാണ് പറയണതെന്നറിയാം. ഒരു സുപ്രഭാതത്തിൽ ഈ കേസിൻ്റെ വിധി പറഞ്ഞു, നീറ്റ് അനാവശ്യമാണ്, അത് റദ്ദാക്കി, അത് ഇന്ത്യക്ക് വേണ്ട, ഇന്ത്യക്ക് ഇപ്പം നിലവിലുള്ള സിസ്റ്റം തുടർന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അൽത്തമാസ് കബീർ വിധി പ്രഖ്യാപിച്ചു. വിധി പ്രഖ്യാപിച്ചിട്ട് അയാൾ അപ്പം തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. അയാൾ റിട്ടയർ ചെയ്യണ ദിവസമായിരുന്നു അന്ന്. രാവിലെ വിധി പ്രഖ്യാപിച്ച് നേരെ ഓഫീസിൻ്റെ താക്കോലും പൂട്ടി രജിസ്ട്രാർ എടുത്ത് കൊടുത്തിട്ട് അയാൾ സ്ഥലം വിട്ടു ബംഗാളിലേക്ക്. ഈ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 6-7 മാസം കഴിഞ്ഞിട്ടാണ് വിധി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അന്ന് സംശയം ഉണ്ടായിരുന്നു, പലരും പലതും പറഞ്ഞു അത്. പക്ഷേ 2-1 ആ വിധി വന്നത്. ജസ്റ്റിസ് ദവേ ഈ നീറ്റിനെ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വിധി പ്രഖ്യാപിച്ചത്. നീറ്റ് വേണം, ഇത് ഭരണഘടനയിലുള്ള കടന്നുകയറ്റാണെന്നൊന്നും ശരിയല്ല എന്ന് അദ്ദേഹം വിധി എഴുതി. ആ വിധി ഇവർ കേട്ടും കൂടിയില്ല, ഈ ഡിസെൻഡിങ് നോട്ട് ഇവർ കേട്ടും കൂടിയില്ല. ഈ മറ്റേ വിക്രംജിത്ത് സെന്നും അൽത്തമാസ് കബീർ ഉൾപ്പെടുന്ന മറ്റ് 2 ജഡ്ജിമാർ ഇതിനെ അനുകൂലിച്ചിട്ട് വിധി പ്രഖ്യാപിച്ചു. പക്ഷെ അവർ ഇത് കേട്ടും കൂടിയില്ല.
പിന്നീട് വന്ന ചീഫ് ജസ്റ്റിസ്, എനിക്കത് തോന്നുന്നു ചീഫ് ജസ്റ്റിസ് ദത്തു ആണെന്ന് തോന്നുന്നു, എച്ച് എൽ ദത്തു ആണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു കേസിൻ്റെ ഹിയറിങ്ങിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച്, 5 അംഗ ഭരണഘടനാ ബെഞ്ച്, ആ ബെഞ്ചിൽ ജസ്റ്റിസ് ദവേ ഉണ്ടായിരുന്നു. ആ കേസ്, അവരൊരു കേസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇത് ഒരു പരാമർശ വിഷയമായി. ഏതാ, നമ്മുടെ നീറ്റിൻ്റെ. ഉടനെ തന്നെ ദത്തു പറഞ്ഞു ആ കേസിൻ്റെ വിധി കൊണ്ടുവരാൻ പറഞ്ഞു. അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഹി റീകോൾഡ് ദ ജഡ്ജ്മെൻറ്റ് ആൻഡ് ടോൾഡ് ദിസ് 5 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ടു ഹിയർ ദാറ്റ് കേസ് അഗെയിൻ. ഈ ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ ബെഞ്ചിനോട് ഈ കേസ് ഒന്നോടെ കേൾക്കാൻ പറഞ്ഞു. അത് വക്കീൽമാർ വന്ന് അവരുടെ മുമ്പിൽ അവരുടെ പോയിൻറ്റ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായിട്ട് നീറ്റ് വേണം, നീറ്റ് ഇസ് എ മസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിധി പ്രഖ്യാപിച്ചു. അപ്പം ഇതിൽ നഷ്ടം വന്നത് സ്വകാര്യ മെഡിക്കൽ കോളേജുകളാണ്. അന്ന് തൊട്ട് സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റ് നീറ്റിനെതിരെ ഓരോ തരത്തിലുള്ള പ്രചരണം നടത്താൻ തുടങ്ങി. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള മെഡിക്കൽ കോളേജുകളിൽ, ഇപ്പോൾ ഓരോ ജില്ലയിൽ എനിക്ക് തോന്നുന്നു 2 3 മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തമിഴ്നാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ. അവിടെ എന്താ പ്രശ്നം എന്നറിയുമ്പോൾ DMKയിലെയും AIADMKയിലെയും നേതാക്കന്മാർക്ക് സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജുകളുണ്ട്. മനസ്സിലായല്ലേ? ഒരു 10 20 സീറ്റ് 1 കോടി രൂപ വെച്ചിട്ട് മേടിച്ചാൽ രൂപ എത്രയാണ് ഓരോ മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുക? അവർക്കത് നഷ്ടമായില്ലേ? അപ്പോൾ അവർ അതിനെതിരെ അന്ന് തൊട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്നലെ നടന്ന ഇപ്പോഴത്തെ സംഭവം, അതായത് ഈ മെയ് 3-ാം തീയതി നടന്ന നീറ്റ് പരീക്ഷ റദ്ദാക്കാനായിട്ടുള്ള സംഭവം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നീറ്റിന് ക്വാളിഫൈ ചെയ്യാൻ നീറ്റിനെ പരിശീലിപ്പിക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ അതിലൊരു കുട്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ബാങ്ക് അയാൾക്ക് കിട്ടി. എന്നാൽ 400 420 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്, ഒരു PDF ഫയലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അയാൾ അതിനകത്ത് വന്ന ക്വസ്റ്റ്യൻ പേപ്പറാന്ന് പറഞ്ഞാൽ കൊടുത്തത്, മോഡൽ ക്വസ്റ്റ്യനാന്ന് പറഞ്ഞാൽ കൊടുത്തത്. പക്ഷേ ഈ 400 ക്വസ്റ്റ്യൻസിൽ 135 ക്വസ്റ്റ്യൻസും റിയൽ NEET നാഷണൽ എലിജിബിലിറ്റി ആൻഡ് എൻട്രൻസ് ടെസ്റ്റിന് ചോദിച്ചിരിക്കുന്നു ഒരേപോലെ. അതിൻ്റെ പങ്ക്ച്വേഷൻ മാർക്കോ ക്വസ്റ്റ്യൻ മാർക്കോ കോമയോ കുത്തോ ഒന്നും മാറ്റാതെ അങ്ങനെ തന്നെ കൊടുത്തിരുന്നു. അത് പോയത് ഈ കേരളത്തിൽ MBBSന് പഠിക്കുന്ന ചൂരു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് രാജസ്ഥാൻ, അവിടെയുള്ള ഒരു കുട്ടി ഇവിടെ കേരളത്തിൽ പഠിക്കുന്ന, അയാൾ അയച്ചു കൊടുത്ത PDF ഫയലാണ് രാജസ്ഥാനിലെത്തിയത്. രാജസ്ഥാനിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ആരോ പരാതി പറഞ്ഞിട്ട് ഇത് പിടിച്ചെടുത്തത്. അപ്പോൾ അവർ പറയണത് എന്താ, ഇപ്പോൾ ഈ സമരം നടത്തുന്നവർ പറയണത് ഇത് ചോർന്നതാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉണ്ട്, ഈ നീറ്റ് നടത്തുന്ന ഏജൻസി, അവർക്ക് പരാജയം പറ്റിയോ അതോ ഗൂഢാലോചനയുടെ ഫലമായിട്ടോ ഒക്കെ ഉണ്ടായതാണ്. അവർ NTA പിരിച്ചുവിടണം, അന്വേഷണം നടത്തണം. അപ്പോൾ ഇത് 23 ലക്ഷം കുട്ടികൾ പറ്റിയാണ് പരീക്ഷ എഴുതിയിരിക്കണേ. 23 ലക്ഷം കുട്ടികളെന്ന് പറയുമ്പോൾ എത്ര പേരൊക്കെ അത് ഇനി ഒന്നോടെ എഴുതണം പരീക്ഷ. ഒരാഴ്ചക്കുള്ളിൽ അവർ ഡേറ്റ് ഡിക്ലെയർ ചെയ്യും. പുതിയ നീറ്റ് പരീക്ഷ നടത്തിയ ഇതിനു മുമ്പ് മെയ് 3-ാം തീയതി നടന്ന പരീക്ഷ അവർ റദ്ദാക്കി. ഭയങ്കര കുമ്പേഴ്സം പ്രോസസ്സാണ്. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കമ്മലൊന്നും ഇടാൻ പാടില്ല, മറ്റേ ദുപ്പട്ടയും പിന്നെ ചട്ടിയും എൻ്റെ കുട്ടിച്ചാക്കൊന്നും ഇടാൻ പാടില്ല, അങ്ങനെയൊക്കെ പല നിയമങ്ങളുണ്ട്. അവരുടെയൊക്കെ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. ഇനിയിപ്പോൾ എവിടേക്ക് വീണ്ടും യാത്ര ചെയ്യണം പരീക്ഷ എഴുതാൻ, പരീക്ഷാ സെൻറ്ററുകളിലേക്ക്. പക്ഷെ ഇത് 2-3 ഇപ്പോൾ CBI അന്വേഷിക്കും കേസ്. വേറെ ഒരു ഇതുള്ളത്, ഈ നീറ്റ് അട്ടിമറിക്കാനായിട്ടുള്ളൊരു ശ്രമം നടക്കുന്നില്ലേ എന്ന് എല്ലാവരും സംശയിക്കുന്നുണ്ട്. കാരണം ഇത് ആദ്യത്തെ തവണയല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവണേ. ഒരു തവണ പരീക്ഷ നടത്തിയിട്ട് എവിടെയോ ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോവും, എന്നിട്ട് ചെയ്തിട്ട് പാർഷ്യലായിട്ട് ഒരു 10,000 2,000 3,000 കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക 1500-ലേറെ കുട്ടികൾക്ക് പരീക്ഷ നടത്തുകയുണ്ടായി. അപ്പോൾ ഇത് ഈ സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ശ്രമമായിരിക്കാം അതെന്ന് നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ CBI അന്വേഷണം നടത്തുകയല്ലേ, എന്താണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അന്നറിഞ്ഞത് ഈ 2-1 വിധി വന്നില്ലേ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അൽതമാസ് കബീർ റിട്ടയർ ചെയ്ത ദിവസം വിധി പ്രഖ്യാപിച്ചത്. ഞാൻ കേട്ടത് അന്ന് 350 കോടി രൂപയോ 400 കോടി രൂപയോ സ്വകാര്യ മെഡിക്കൽ കോളേജ് അസോസിയേഷൻ ബന്ധപ്പെട്ട ജഡ്ജിന് കൈക്കൂലിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അറിയണം. എനിക്കറിയാൻ പാടില്ല, മനസ്സിലായി, ഞാൻ കേട്ടത് പറഞ്ഞു എന്ന് മാത്രം. ശക്തമായ തെളിവുകളും അതിനകത്ത് തന്നെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിൻ്റെ പ്രൊഫഷണൽ കോളേജ് അസോസിയേഷൻ്റെ ഒരു സമുന്നത നേതാവാണ് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞത്. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, എനിക്കിതിനകത്ത് പങ്കില്ല. ഞാൻ കേട്ടത് ഇപ്പോൾ ഇവിടെ
പ്രിയൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഈ എന്താ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് അങ്ങനെ ആണെങ്കിൽ അത് ഗൗരവമായിട്ട് തന്നെ എടുക്കണം. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യമുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ MBBS പഠിക്കുന്ന കുട്ടി ആ പേപ്പർ കിട്ടിയിട്ട് വേറെ പലർക്കും അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ചിലർ പറയണ ആൾക്ക് 25 ലക്ഷം രൂപ കൊടുത്ത ആൾ മേടിച്ചാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഇപ്പോൾ പ്രിയനിപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുന്നത് ഇന്നതാണ് കേട്ടോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഞാൻ തരിക പ്രിയന്. വളരെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തരികയാണ്. പ്രിയൻ അത് ആർക്കെങ്കിലും ഷെയർ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. ഞാൻ സ്വന്തമായിട്ട് കൊണ്ടുപോയി പഠിച്ച് എഴുതാനല്ലേ സാധാ ഹ്യൂമൻ നേച്ചർ അതാണ്. അതല്ലെങ്കിൽ ഇയാളെ മണ്ടത്തരാണ് കാണിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ സമരം നടത്തുന്ന ആൾക്കാരാരോ SFIക്കാരാണ്. അതാണ് എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നി. കാരണം ഇവിടെ BA BSc MA MSc PhD വരെ സൗജന്യമായിട്ട് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു കേരളത്തിലെ കഴിഞ്ഞ 10 വർഷം. എന്ത് വിഷയത്തിലാണ് PhD എടുത്തതെന്ന് ചോദിച്ചാൽ ആ PhD ഹോൾഡർക്ക് പോലും അറിയാൻ പാടില്ല ഞാൻ എന്ത് വിഷയത്തിലാണ് PhD എടുത്തേക്കണമെന്ന്. ആരോ എന്തോ എഴുതി കൊടുക്കും. സംസ്കൃതം അറിയാത്തവന് സംസ്കൃതത്തിൽ PhD കൊടുക്കുന്ന ആൾക്കാരാണിത്. സിനിമേനെ പറ്റി മറ്റേ PhD ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവസാനം വാഴക്കൊലയും പിന്നെ കായക്കൊലയും ചങ്ങമ്പുഴയും പിന്നെന്താ മറ്റേ വേറെ വൈലോപ്പള്ളിയാണോ വൈലോപ്പിള്ളിയാണോ എന്ന് നിശ്ചയമില്ലാത്ത ആൾക്കാർക്കാണ് PhD കൊടുക്കുന്നത്. ഇത് എന്താ ഒരു എലക്ഷൻസ് വേറൊരു വിവാദ വിഷയം സൃഷ്ടിക്കാനായിട്ട് നടത്തിയ പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പിലും BJP ജയിച്ചുവല്ലോ. എങ്ങനെയെങ്കിലും കുറേ പറഞ്ഞ് ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരിക്കാം, നമുക്കറിയില്ല. ലെറ്റ് CBI എൻക്വയർ അബൌട്ട് ഇറ്റ്.